എനിക്ക് ടെൻഷനാവുന്നു. കൂളാവ് വെച്ചിട്ടില്ല. എന്ത് കൂൾ അങ്ങനെ ശരി. നമ്മളെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് അവർക്ക് തോന്നണ്ടേ? എൻ്റെ ലുക്ക് വെച്ചാലും പെണ്ണ് തരും എനിക്ക്. എന്താ അങ്ങനെ നാട്ടെ കാട്ടിക്കോ. അതെന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറയും കൂടെ കൂടെ അറിയാം. മാക്സിമം ഇമ്പ്രസ് ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പെൺപിള്ളേരെ ഇമ്പ്രസ് ചെയ്യാനുള്ള ടിപ്സൊക്കെ. ഇങ്ങനെ നോക്കണം. ഐ കോണ്ടാക്ട്. എൻ്റെ ഐ കോണ്ടാക്ട് നോക്കി. കള്ള കളവായി. റൊമാൻറ്റിക്, ഒരു മെച്യൂർ സ്റ്റൈൽ. എടാ എല്ലാം ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ പെണ്ണിങ്ങോട്ട് വരത്ത് ഞാൻ കാണിച്ചത് അതാ. അതിപ്പോഴല്ല കല്യാണം കഴിഞ്ഞ്. അതല്ല മോനെന്തോ ജോലി? ഞാൻ പറയട്ടെ. നീ പറ. എസ്റ്റേറ്റ് എനിക്ക് എന്താ എന്തോനെ നിങ്ങൾക്ക് തെവി എത്തൂതേ പൊത്ത് തള്ളേ. മക്കളെന്താ മിണ്ടത്? നമ്മളെന്ത് പഠിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യുക? ഞാൻ BEd കഴിഞ്ഞു. എം എ ആയിരുന്നു. ഇംഗ്ലീഷ്. അപ്പോ what about your future plans? മൂഞ്ചി. ഞാൻ അവിടെ ചെന്ന് വെട്ടി ജീവിക്കേണ്ടി വരുമോ? വേണ്ട, അവിടെ വെട്ട വേറെ ആൾക്കാരുണ്ട്, അവിടെ വെത്തിക്കോളും. മോള് ഒന്നും ചെയ്യണ്ട, ഒത്തകഥ പതക്കിയാ മതി. വയറൊന്നും ഇച്ചിരി വലുതാണ്. അയ്യോ ഇതിപ്പോ കുറയും. അവ ഇന്ന് ഓടാൻ പോകുന്നുണ്ട്, അതുപോലെ ജിമ്മിന് പോകുന്നുണ്ട്. 2 പോസ് കാണിക്കളെ. പിന്നെ വേറൊരു പോത്തുണ്ട്. പാടത്ത് കോലമായിട്ട് കൊണ്ടുവെക്കാൻ കൊള്ളാം. വീട്ടുകാരെ അച്ഛൻ മാത്രം. ഞങ്ങൾക്ക് 3 പത്തിയുണ്ട്. പത്തി ഇങ്ങനെ പതക്കും. വീട്ടിലെ പൂച്ച കരയോടി കാണിച്ചോടാ. എന്റെ ഈ സ്വഭാവം കൊണ്ടാണ് നിനക്ക് പെണ്ണ് കിട്ടാത്തത്. അവളെ കുറിച്ച് ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കുറച്ച് ടോപ്പിക് എനിക്ക് ചോദിക്കും. എന്നെ കുറച്ച് എഡ്യൂക്കേഷനെ കൊണ്ടെന്ന് വിചാരിക്കട്ടെ. ആഗോളകരമായി സംസാരിക്കണം. ചന്ദ്രനിൽ ആദ്യമായിട്ട് കാല് കുത്തിയിട്ടാ സഹായിക്കും. വീട്ടിലൊക്കെ വരുന്നവർക്ക് 1000-10,000 വെച്ച് ചെക്കൊക്കെ എഴുതിയും കൊടുക്കുക. അത്ര സ്നേഹമാ. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ വീടൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് ഇതല്ലാതെ കാണിച്ചാക്കട്ടെ. ചുറ്റും റബ്ബറൊക്കെ വെച്ചാലോ. നിങ്ങൾ അത്ത മുൻപ് ഒത്തുകളെ വളിക്കും.